നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാക് ഓപ്പറോണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിലെ മൊഡ്യൂൾ 3 വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജീൻ റെഗുലേഷൻ. ജീൻ റെഗുലേഷൻ എന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലാക് ഓപ്പറോണും അതുപോലെ തന്നെ ട്രിപ്റ്റോഫാൻ ഓപ്പറോണുമാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടായിരുന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. സോ ലാക് ഓപ്പറോൺ എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഓപ്പറോൺ എന്നുള്ളതെന്ന് മനസ്സിലാക്കുക. ഓപ്പറോൺ എന്നാൽ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഏകീകൃതമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം പ്രോക്യാരിയോട്ടിക് ജീനുകളാണ് നമ്മൾ ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. അതാണ് ഓപ്പറോൺസ്. അപ്പോൾ ഓപ്പറോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസ് എന്ന് നമുക്ക് പറയാം. ക്ലസ്റ്റർ ഓഫ് ജീൻസ് അതായത് ഒരു കൂട്ടം ജീനുകളാണ്. ക്ലസ്റ്റർ ഓഫ് ജീൻസ് ആണ്, ഒരു കൂട്ടം ജീനുകളാണ്. ആ ജീനുകൾ പെർട്ടിക്കുലർലി ഒരു പ്രത്യേക ഒരു പ്രക്രിയയെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസിൻ്റെ പ്രവർത്തനമാണ് ഓപ്പറോണിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്ന ലാക് ഓപ്പറോണിൽ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കുറച്ച് ജീനുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാക് ഓപ്പറോൺ ഇത് ഈ കോളിയിലെ ജനറ്റിക് മെറ്റീരിയലിലുള്ള ഒരു ജീൻ സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ജനറ്റിക് സെഗ്മെൻറ്റിനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഈ ജീനുകളുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ജീനുകളെന്ന്. ഒന്നാമത്തേത് ഇവിടെ ഐ ജീൻ കാണിച്ചിട്ടുണ്ട്. ഐ ജീൻ എന്നാൽ ഒരു റെഗുലേറ്റർ ജീനാണ്. അതായത് ഒരു നിയന്ത്രിക്കാൻ കഴിവുള്ള, മറ്റുള്ളവയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു റെഗുലേറ്റർ ജീനാണ്. ആ റെഗുലേറ്റർ ജീനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ആ റെഗുലേറ്റർ ജീനിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു പെർട്ടിക്കുലർ mRNA ഒരു റിപ്രസർ പ്രോട്ടീനെ ഉണ്ടാക്കുന്ന ഒരു mRNA ആണ്. റെഗുലേറ്റർ ജീനായ ഐ ജീനിൽ നിന്നും വരുന്നത് ഒരു റിപ്രസർ പ്രോട്ടീനാണ്. ഈ റിപ്രസർ പ്രോട്ടീൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് തുടരെയുള്ള അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഈ ഒരു നിയന്ത്രണ ജീൻ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ ജീനിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മറ്റു ജീനുകളെയെല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. മറ്റു ജീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈസ് പ്രൊമോട്ടർ, ഒരു പ്രൊമോട്ടർ ജീനാണ്. ഒ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ജീനാണ്. ZYA എന്ന് പറയുന്ന ജീനുകൾ 3 സ്ട്രക്ചറൽ ജീനുകളാണ്. ZYA എന്ന് പറയുന്ന ഈ 3 ജീനുകളാണ് ഒരു പ്രത്യേക ധർമ്മം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രക്രിയ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ലാക് ഓപ്പറോൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറോണിൽ ക്ലസ്റ്റർ ഓഫ് ജീൻസിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ജീനുകളെന്ന് പറഞ്ഞാൽ ഐ ജീൻ, പി ജീൻ, ഒ ജീൻ, ZYA ജീനുകളാണ്. ഐ എന്നാൽ റെഗുലേറ്റർ ജീൻ, പി എന്നാൽ പ്രൊമോട്ടർ ജീൻ, ഒ എന്നാൽ ഓപ്പറേറ്റർ ജീൻ, അതുപോലെ ZYA ജീനുകൾ. ഇവയെ നമ്മൾ വേറെ രീതിയിലും പറയും. നമ്മൾ ലാക് Z, ലാക് Y, ലാക് A ജീനുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്പറോണിലുള്ള ജീനുകൾ. ഇവയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്പറോൺ എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആണ്. എന്താണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്നാൽ ഒരു പ്രത്യേക ഇൻഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന, പ്രവർത്തനക്ഷമമാകുന്ന ജീനുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ ജീനുകളെ ഇൻഡ്യൂസ് ചെയ്ത് ഈ പറയുന്ന ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസസിറ്റൈലേസ് എന്നൊക്കെ പറയുന്ന എൻസൈമുകളെ സ്ട്രക്ചറൽ ജീനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഇൻഡ്യൂസറാണ് ലാക്ടോസ്. അപ്പോൾ ലാക് ഓപ്പറോണിൻ്റെ ഇൻഡ്യൂസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ടോസ് ആണ്. അത് ആക്ച്വലി അല്ലോ ലാക്ടോസ് ആണ്. അത് ശ്രദ്ധിക്കുക. അല്ലോ ലാക്ടോസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഇൻഡ്യൂസറിൻ്റെ പേര്. അതായത് ആദ്യം ഉള്ള ബീറ്റോ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം വരുന്ന ചെറിയൊരു ഭാഗം ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആക്കിയിട്ട് അല്ലോ ലാക്ടോസ് ആണ് ഈ ഒരു പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അല്ലോ ലാക്ടോസ് നമ്മളിവിടെ പറയുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ലാക്ടോസ് എന്ന് തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ പഠിക്കാം. ലാക്ടോസ് ഷുഗറാണ് ഇവിടുത്തെ ഇൻഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത് പ്രവർത്തനം എന്ന് വെച്ചാൽ
സാധാരണ ഒരു മീഡിയത്തിൽ ഈക്കോളി ബാക്ടീരിയയെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈക്കോളി ബാക്ടീരിയ ഒരു പ്രത്യേക മീഡിയത്തിലുണ്ട്. ആ മീഡിയത്തിൽ വളരുമ്പോൾ ആ മീഡിയത്തിൽ ലാക്ടോസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ലാക്ടോസിൻ്റെ പ്രസൻസ് ഇല്ലാതെ വരുന്നതുമായിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ ലാക്ടോസ് ഇല്ലാത്ത അവസരങ്ങളിലാണ് ലഭ്യമാകാത്ത അവസരങ്ങളിലാണ് എങ്കിൽ ഈ പറയുന്ന ഐ ജീൻ, റെഗുലേറ്റർ ജീനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ഓപ്പറേറ്റർ ജീനുമായിട്ട് ബന്ധിച്ചിരിക്കും. അല്ലെങ്കിൽ ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ പോയി ഈ ഓപ്പറേറ്ററിനെ ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഘടനാജീനുകളായ ZYA എന്നിവയെ ട്രാൻസ്ക്രൈബ് ചെയ്ത് എടുക്കുന്ന RNA പോളിമറൈസിന് മുന്നോട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു പ്രൊമോട്ടറുമായിട്ട് വന്ന് ബന്ധിക്കുകയും അതേ തുടർന്ന് മുന്നോട്ട് മൂവ് ചെയ്യാനുമായിട്ടുള്ള ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ റിപ്രസർ പ്രോട്ടീൻ ആരുമായി ബന്ധിക്കുന്നു? ഇവിടെയുള്ള ഓപ്പറേറ്റർ ജീനുമായി ബന്ധിക്കുന്നു. അപ്പോൾ സാധാരണ എപ്പോഴും നമുക്കറിയാം, ഏതെങ്കിലും സ്ട്രക്ചറൽ ജീനുകളെ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇതുപോലൊരു mRNA ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും പ്രോട്ടീനുകൾ ഉണ്ടാക്കണമെങ്കിൽ RNA പോളിമറൈസ് വരണം. RNA പോളിമറൈസ് പ്രൊമോട്ടറിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ZYA ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യുകയാണ്? ഓപ്പറേറ്റർ ജീനുമായിട്ട് ഘടിപ്പിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. അതിന് മുന്നോട്ട് മൂവ് ചെയ്യാൻ ഒരു തടസ്സമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലാക്ടോസ് ഇല്ലാത്ത സമയത്താണ് ഈ റിപ്രസർ പ്രോട്ടീൻ ഇങ്ങനെ വരുന്നത്. ഇനി ലാക്ടോസ് ഉണ്ടെങ്കിൽ ആ മാധ്യമത്തിൽ, ഈ കോളി വളരുന്ന മാധ്യമത്തിൽ ലാക്ടോസ് ലഭ്യമാണ്, ലാക്ടോസിൻ്റെ അല്പമെങ്കിലും അംശം അവിടെ വന്നു കഴിഞ്ഞു എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ലാക്ടോസ് വന്നാൽ ആ ലാക്ടോസ് മോളിക്യൂൾ ഈ ഉണ്ടാകുന്ന റിപ്രസർ പ്രോട്ടീനെ ഇവിടെ പിടിച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ റെഡ് ഇങ്ക് കൊണ്ട് കാണിക്കുന്നതാണ് കണ്ടോ. റിപ്രസർ പ്രോട്ടീനെ അവിടെ പിടിച്ചു വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റിപ്രസർ പ്രോട്ടീൻ എവിടെ ഓപ്പറേറ്ററിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? ജോയിൻ ചെയ്യുന്നില്ല. RNA പോളിമറൈസ് പ്രൊമോട്ടറിനെ തിരിച്ചറിയുകയും തുടർന്ന് ZYA ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്യുകയും അതിൽ നിന്ന് ഈ Z ജീനിൽ നിന്നുണ്ടാകുന്ന ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, Y ജീനിൽ നിന്നുണ്ടാകുന്ന പെർമിയേസ് എൻസൈം, Aയിൽ നിന്നുണ്ടാകുന്ന ട്രാൻസ് അസറ്റൈലേസ് എൻസൈം, ഈ 3 എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുവാനും കഴിയുന്നു. ഈ 3 എൻസൈമുകളും എന്തിനു വേണ്ടി ആണ് ഇവിടെ ഉള്ളത്? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അത് ലാക്ടോസിനെ ഗ്ലൂക്കോസും അതുപോലെ ഗാലക്ടോസുമായിട്ട് വിഘടിപ്പിക്കുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. പെർമിയേസ് എന്നാൽ ഇവിടെ ഈ ഒരു സെല്ലിന്, ഈ കോളിയുടെ ഈ കോശത്തിന് ഈ ഒരു ലാക്ടോസിനെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് കിട്ടുന്ന ആ ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഈ പെർമിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സഹായം അവിടെ ആവശ്യം. ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴും സ്റ്റിൽ അൺനോൺ ആണ് ആക്ച്വലി, എങ്കിൽ പോലും അതിൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നത് ട്രാൻസ് അസറ്റൈൽ ഇതും സ്റ്റിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ട്രാൻസ് അസറ്റൈലേസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ഈ ലാക്കോപ്രോണിൽ ഉൾപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ലാക്ടോസ് മെറ്റബോളിസവുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജീനുകൾ ആക്റ്റീവ് ആകുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസ് അസറ്റൈലേസിന് ബന്ധമില്ല. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു അസറ്റൈൽ ഗ്രൂപ്പിനെ അസറ്റൈൽ കോഎൻസൈം എയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഗാലക്ടോസൈഡുകൾ പോലെയുള്ള ലാക്ടോസൈഡുകൾ പോലെയുള്ള ഗ്ലൂക്കോസൈഡ്സ് അങ്ങനെയുള്ള ഷുഗറിലേക്കൊക്കെ അസറ്റൈൽ ഗ്രൂപ്പിനെ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ പ്രധാനമായത് ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം പലപ്പോഴും ബാക്ടീരിയ ഒരു മീഡിയത്തിൽ വളരുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള ഷുഗർ ഡെറിവേറ്റീവ്സും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടോക്സിക് ഷുഗർ ഡെറിവേറ്റീവ്സ്, അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയുടെ നിലനിൽപ്പിന് ബാധിക്കുന്ന ടോക്സിക് ഷുഗർ ഡെറിവേറ്റീവ്സിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു എൻസൈമാണ് ട്രാൻസ് അസറ്റൈലേസ് എന്നാണ് ഇപ്പോൾ വരെയുള്ള പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലാക്കോപ്രോൺ. ഇനി അതിൻ്റെ മറ്റൊരു ഡയഗ്രം കൂടെ നോക്കാം. നമുക്ക് ഇൻഡ്യൂസർ ആയിട്ടുള്ള അല്ലോ ലാക്ടോസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് റിപ്രഷൻ എന്ന് പറയുന്നൊരു ആക്ഷനാണ്. അപ്പോൾ റിപ്രഷൻ എന്ന് പറയുന്ന ആക്ഷൻ എന്താണ്? റിപ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RNA പോളിമറൈസിനെ ആ പ്രൊമോട്ടറുമായിട്ട് കൂടിച്ചേരുന്ന ആ ഒരു പ്രക്രിയ, RNA പോളിമറൈസ് പ്രൊമോട്ടറുമായിട്ട് കൂടിച്ചേർന്നാലേ തൊട്ടടുത്തുള്ള ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. RNA പോളിമറൈസ് പ്രൊമോട്ടറുമായിട്ട് കൂടിച്ചേരുന്നത് തടയുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ റിപ്രഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു റിപ്രഷനെയാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് തന്നിട്ടുണ്ട്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3' to 5' ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് നിങ്ങൾക്ക് കാണാം.
പിന്നെ പുതിയൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കൂ 5 പ്രൈം ടു 3 പ്രൈം പുതിയൊരു mRNA സിന്തസൈസ് ചെയ്ത് വരുന്നതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്തെടുക്കുന്ന റിപ്രസർ പ്രോട്ടീൻ നോക്കൂ ഇവിടെ ഓപ്പറേറ്ററിനെ വന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ RNA പോളിമറൈസ് വിത്ത് പ്രൊമോട്ടറിൻ്റെ അതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വരികയും ആ മൂവ്മെൻറ്റ് അവിടെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് പുതിയ mRNA ഉണ്ടാക്കാനോ പുതിയ പ്രോട്ടീൻ ഉണ്ടാക്കാനോ കഴിയുന്നില്ല. ഈ ഒരു പ്രക്രിയയാണ് ആക്ച്വലി റിപ്രഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, റിപ്രഷൻ എന്നുള്ളത്. ഓക്കെ, RNA പോളിമറൈസിന് പ്രൊമോട്ടറുമായി കൂടിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി അലോലാക്ടോസ് അല്ലെങ്കിൽ ഇൻഡ്യൂസർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കൂ, റിപ്രസറിൽ ആക്ട് ചെയ്തിട്ട് അതിനെ ഒരു ഇനാക്ടിവേറ്റഡ് റിപ്രസറാക്കി അവിടെ നിലനിർത്തുന്നു. അപ്പോൾ നമ്മുടെ RNA പോളിമറൈസിനും അതുപോലെ RNA പോളിമറൈസ് പ്രൊമോട്ടറുമായിട്ട് കൂടിച്ചേർന്ന് അതിനെ തിരിച്ചറിഞ്ഞ് അതിന് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കണ്ടോ, തൊട്ടടുത്ത സ്ട്രക്ചറൽ ജീനുകളിലേക്ക് അത് പോകുന്നു. ആ RNA പോളിമറൈസ് പോകുന്നത് വഴി ആ 3 ജീനുകളും ട്രാൻസ്ക്രൈബ് ചെയ്ത് 5 പ്രൈം ടു 3 പ്രൈം ഉണ്ടാവുന്ന ഒരു mRNAs ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ mRNA എന്ന് പറയുന്നത് 3 എണ്ണമാണ് അല്ലേ, 3 ഡിഫറെൻറ്റ് mRNAs 3 ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലാക്ക് ഓപ്രോണിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ഒരു പ്രക്രിയയെ മനസ്സിലാക്കിയാലേ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പലപ്പോഴും ഈ റെഗുലേറ്റർ ജീൻ ഉൽപ്പാദിപ്പിക്കുന്ന റിപ്രസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം എന്താണെന്ന് ചോദിക്കാം. അത് എവിടെ നിന്ന് ഇസഡ് ജീനിൽ ലാക്ക് ഇസഡ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. അതുപോലെ ലാക്ക് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പെർമിയേസ്, ലാക്ക് എ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസസിറ്റൈലേസ്. ഇതൊക്കെ തന്നെ നമുക്കൊരു ഓപ്ഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് HST നാച്ചുറൽ സയൻസ് പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ലാക്ക് ഓപ്രോണിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്രോൺ ഉണ്ട്, അതിൻ്റെ പേരാണ് ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. അതൊരു റിപ്രസിബിൾ ഓപ്രോൺ ആണ്. അപ്പോൾ ഇതൊരു ഇൻഡ്യൂസിബിൾ ഓപ്രോണിന് ഉദാഹരണമാണ്. ഇതുകൂടാതെ അരാബിനോസ് ഓപ്രോണും ഉണ്ട്. അരാബിനോസ് ഓപ്രോൺ എന്ന് പറയുന്ന ഒരു ഓപ്രോൺ കൂടിയുണ്ട്. അരാബിനോസ് എന്ന് പറയുന്ന അതാണ് അതിലെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അരാബിനോസിൻ്റെ പ്രസൻസും ആബ്സെൻസും എങ്ങനെ ആ ഒരു ഓപ്രോണിനെ പിന്നെ കൺട്രോൾ ചെയ്യുന്നതിനുള്ളതനുസരിച്ചാണ്. പക്ഷേ അത് നമുക്ക് സിലബസിലില്ല. എന്നാലും അരാബിനോസ് എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസിബിൾ ഓപ്രോണുമാണ്. അറ്റ് ദ സെയിം ടൈം അത് റിപ്രസിബിളായിട്ടും വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടിനും കൂടി ഉദാഹരണമായിട്ടുള്ള ഒന്നാണ് അരാബിനോസ് ഓപ്രോൺ. ഓക്കെ, ലാക്ക് ഓപ്രോൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.